തെറ്റും ചെയ്തവൻ വാക്കുമാറുമോ? തെറ്റും ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ വാക്കുമാറുകയില്ല.
കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുക കാരുണ്യരൂപ നീ വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുക കാരുണ്യരൂപ നീ വരുമോ നീരും ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ നീരുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ മാറാത്തരോഗിയെ നീറും ശരീരത്തിൽ സാന്ത്വനമേകുവാൻ വരുമോ മാറാത്ത വ്യാധിയെ നീറും ശരീരത്തിൽ ആശ്വാസമേകുവാൻ വരുമോ നൈരാശ്യമായി ഞാൻ താനഴിഞ്ഞിടുമ്പോൾ ആനന്ദമായി വരുമോ നൈരാശ്യമായി ഞാൻ താനഴിഞ്ഞിടുമ്പോൾ ആനന്ദമായി വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുറക്കുവാൻ കാരുണ്യരൂപ വരുമോ നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുറക്കുവാൻ കാരുണ്യരൂപ വരുമോ സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി വരുമോ സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി വരുമോ മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുറയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ നീറും ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസമേകുമോ വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുറയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ
വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. എന്റെ പുറത്തിനകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. അസാധ്യമൊന്നും ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നേപ്പോൾ ആരുമില്ലേ. അസാധ്യമൊന്നും ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നേപ്പോൾ ആരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. അസാധ്യമൊന്നും എന്നിൽ
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. ജീവിതപാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറി കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. പാപിയമെന്നെ നേടിയ ദേശം കാൽവരിയിൽ തന്നെ. പാപിയമെന്നെ നേടിയ ദേശം കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പ്രിയനാണല്ലോ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പ്രിയനാണല്ലോ. കുരിശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. കുരിശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പ്രിയനാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പ്രിയനാണല്ലോ. ഓരോ ദിനവും അത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനവും അത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ ആയുസ്സിതു പോരാ. വേദവായന 81 സങ്കീർത്തനം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും മിമ്പുമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. ഇസ്രായേൽ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കുട്ടവിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം അരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു.
എൻ്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്താലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിനായി ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ആമേൻ. മുൾമുടി കൊണ്ടീശോ
നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അല്പസമയം അപ്പായിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. അപ്പാ, ഈ കർത്തൃ ദിവസം അവിടുത്തെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ശരീരം കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്നു അപ്പാ, ഞങ്ങൾ മനസ്സുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിലേക്ക് എഴുന്നള്ളി വരികയാണ് കർത്താവേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, അവിടുത്തെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് അപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ആത്മാവും ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അപ്പാ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ ഈ ആരംഭ സമയം തന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, സകല പാപം പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതായ രക്തം കർത്താവേ, ഞങ്ങളെ ആരംഭ സമയം തന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങൾ നിന്റെ രാജ്യത്തിലേക്ക് കടന്നു വരട്ടെ അപ്പാ. ഹല്ലേലൂയ. അവിടുത്തെ പിതാവിന്റെ സന്നിധിയിൽ കർത്താവേ, പിതാവാം ദൈവത്തിന്റെ മുഖം ഞങ്ങൾ കാണട്ടെ അപ്പാ. ഹല്ലേലൂയ. പുത്രനാം ദൈവമേ, അവിടുത്തെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഞങ്ങൾ കാണുന്നു. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ മാതാവാം ദൈവം കർത്താവേ, നിന്റെ അരികിൽ ഇരിക്കുന്ന ഞങ്ങൾ കാണുന്നു അപ്പാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ ആരാധന കരയറ്റട്ടെ. ദൈവപുത്രിക്ക് ഞങ്ങളുടെ ആരാധന കരയറ്റട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ഈ ആരംഭ സമയം തന്നെ സ്വർഗത്തിലെ ആരാധന ഞങ്ങളുടെ നാവിന്മേൽ തരണമേ കർത്താവേ. നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അപ്പാ, നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് കർത്താവേ, ഇന്നയോളം ഞങ്ങൾ നടത്തിയതിന് നന്ദി അപ്പാ, നന്ദി അപ്പാ. വരാമായിരുന്ന ആപത്തുകളും അനർത്ഥങ്ങളെല്ലാം ഞങ്ങൾ നിന്ന് ഒഴിവാക്കി കർത്താവേ. ഞങ്ങൾക്ക് ഇത്രത്തോളം സൗഖ്യവും സമാധാനവും തന്നു കർത്താവേ. അപ്പാ, നിന്റെ വചനത്തിന് മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പാ, ഞങ്ങൾ ഈ സമയം നിന്നെ സ്തുതിക്കട്ടെ അപ്പാ. ഈ ആരംഭ സമയം തന്നെ സ്വർഗത്തിലെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനാം ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുത്തെ തിരുമുറിവുകളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് തേജസ്സോടെ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ യോഗ്യതകളൊന്നും നോക്കാതെ കർത്താവേ, ഞങ്ങളുടെ നന്മകളൊന്നും നോക്കാതെ ഹല്ലേലൂയ കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരുമായി അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഈ അങ്കണത്തിന് ചുറ്റും കർത്താവേ, നിന്റെ ദൂതന്മാർ കാവലായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന ഓരോരുത്തരെയും അപ്പന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കടന്നു വന്നവരുടെ ദേഹവും ദേഹിയും ആത്മാവും അപ്പാ, നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ ശുശ്രൂഷിപ്പാനോട് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്താൽ ഞങ്ങൾക്ക് വീണ്ടും ജന്മം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ സമൃദ്ധിയായ ജീവൻ ഉണ്ടാവുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കൂടി വന്നപ്പോഴൊക്കെയും കർത്താവേ, നിന്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. അവിടെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ജീവന്റെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വചനം കർത്താവെ നിങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൽ കൂടി അവിടെ നിങ്ങളോട് സംസാരിക്കണമേ. അപ്പാ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, ഞങ്ങളെ സൗഖ്യമാക്കുന്ന വചനം, ഞങ്ങളെ വിടുവിക്കുന്ന വചനം എന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുന്ന് ആദ്യോടങ്ങൾ കൂടിയിരിക്കണമേ. അപ്പാ, യേശുവിനെയും ഹൃദയത്തിൽ പേറിക്കൊണ്ടിന്ന് മടങ്ങിപ്പോകുവാൻ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണമേ. കിടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഭാവിയെല്ലാം നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ഓരോ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളോടൊന്ന് സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ രോഗികളായവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
അപ്പാ സ്തോത്രം ദൈവമേ, അത്ഭുതകരമായ കർത്താവേ, അപ്പാ ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ എന്ന് പറയുവാൻ തക്കോണം കർത്താവേ, സാമ്പത്തികമായ ചില വഴികളിൽ ഈ നാളുകൾ തുറന്നു വരണമേ കർത്താവേ. ചില കടഭാരങ്ങൾ കൊണ്ട് വലയുന്നവരുടെ മേൽ കർത്താവേ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്നുള്ള വചനം ഞങ്ങൾ നിവൃത്തിയാവുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവിടെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും കൂടിയിരിക്കണമേ. അപ്പൊ അവിടുത്തെ നാമം മൗത്തപ്പെടുത്തണമേ. അടിയന്റെ ക്രൂശിനെ മറവിൽ മറച്ചു നിർത്തണമേ. നിന്റെ തുളയ്ക്കപ്പെട്ട വിലാവിൽ ഒളിപ്പിക്കണമേ. നിന്റെ രക്തത്തിന്റെ മുദ്രയിട്ട് വേർതിരിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യം ബോധിടാം. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യം ബോധിടാം. വരുന്നതെന്തും വരണ്ടെന്നല്ലാതെനിക്കു പാടില്ല. വരുന്നതെന്തും വരണ്ടെന്നല്ലാതെനിക്കു പാടില്ല. യേശു വരുന്നികേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ. യേശു വരുന്നികേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ. നാശമില്ല കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചത് ദൈവദൂതന്മാരെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നാം സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിപ്പാനാണ് ഇന്നു മുതൽ നാം ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യം പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യം ദർശിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം തരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യമാണെന്ന് നാം പഠിക്കാൻ പോവുകയാണ്. ഹെവൻ ഈസ് സോ റിയൽ. ഹെവൻ ഈസ് സോ റിയൽ. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. സ്വർഗീയ ഭവനത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ താല്പര്യമില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗീയ ഭവനത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ സ്വർഗത്തിലെ മനോഹരമായ തെരുവീതികൾ, സ്വർണപാലം, പളുങ്ക് നദികൾ, പൂന്തോട്ടങ്ങൾ, ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ, മനോഹരമായ മാളികകളും കൊട്ടാരങ്ങളും, പണികൾ പൂർത്തീകരിച്ച പുതിയ യെരൂശലേം, വിശുദ്ധന്മാർ കൂടിയുള്ള ശ്രേഷ്ഠമായ ആരാധന, സ്വർഗീയ വസ്ത്രങ്ങൾ, കിരീടങ്ങൾ, വചനാനുസൃതം ജീവിക്കാത്ത വിശ്വാസികൾ നിത്യലജ്ജിതരായി പാർക്കുന്ന സ്ഥലം, ഗർഭത്തിലെ ഛിദ്രം ചെയ്യപ്പെട്ടതും മരിച്ചതുമായ കുഞ്ഞുങ്ങൾ പാർക്കുന്ന സ്ഥലം, ദൂതന്മാർ, ക്രിസ്തുവിന്റെ കൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് പറയുകയാണ്. ഒന്ന്, സ്വർഗത്തിലെ മനോഹരമായ തെരുവീതികൾ, പിന്നെ സ്വർണപാലം, പിന്നെ പളുങ്ക് നദികൾ, പൂന്തോട്ടങ്ങൾ, ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ, മനോഹരമായ മാളികകളും കൊട്ടാരങ്ങളും, പണികൾ പൂർത്തീകരിച്ച പുതിയ യെരൂശലേം, വിശുദ്ധന്മാർ കൂടിയുള്ള ശ്രേഷ്ഠമായ ആരാധന, സ്വർഗീയമായ വസ്ത്രങ്ങൾ, കിരീടങ്ങൾ, വചനാനുസൃതം ജീവിക്കാത്ത വിശ്വാസികൾ നിത്യലജ്ജിതരായി പാർക്കുന്ന സ്ഥലം, ഗർഭത്തിലെ ഛിദ്രം ചെയ്യപ്പെട്ടതും മരിച്ചതുമായ കുഞ്ഞുങ്ങൾ പാർക്കുന്ന സ്ഥലം, പിന്നെ ദൂതന്മാർ. ഇത്രയും കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിൽ കാണുവാൻ കഴിയുക. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സുള്ളപ്പോൾ തന്നെ നമുക്ക് സ്വർഗരാജ്യം എന്തെന്ന് കാണിച്ചു തരുവാനാണ് സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗരാജ്യം എനിക്ക് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ടൊന്ന് കാണണമെന്ന്? നമുക്ക് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവ് പറഞ്ഞിട്ട് പോയി, മുന്നമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 50-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല.
ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. Listen, I tell you a mystery. We will not all sleep, but we will all be changed in a flash, in the twinkling of an eye, at the last trumpet. For the trumpet will sound, the dead will be raised imperishable, and we will be changed. For the perishable must clothe itself with the imperishable, and the mortal with the immortality. When the perishable has been clothed with the imperishable, and the mortal with the immortality, then the saying that is written will come true. Death has been swallowed up in victory. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വെല്ലുവിളിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതെ, ഈ മാംസവും രക്തവുമുള്ള നമ്മുടെ ഈ ശരീരത്തിന് എവിടെ അവകാശമാക്കുവാൻ കഴിയില്ല, ദൈവരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ വിശ്വാസികളോട് പറയുകയാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. വീണ്ടും പറയുന്നു, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയുമില്ല എന്ന് ഞാൻ പറയുന്നു. അതായത് നാം ദ്രവിച്ചു പോകുന്നവരാണ് നാം. എന്നാൽ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ദ്രവിക്കാത്തതായ സ്വർഗരാജ്യം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല, ദ്രവിക്കുന്നതായ നാം. വീണ്ടും ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതെ, എല്ലാവരും മണ്ണിനടിയിലേക്ക് പോവുകയില്ല. ചിലരെല്ലാം അവിടെ കാത്തിരിക്കും. എന്തിനു വേണ്ടിയാണ്? നാം കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. അന്ത്യകാഹളനാദം ധ്വനിക്കാൻ കാലം ആയിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരപ്പെടും. കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതെ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചു മൺമറഞ്ഞു പോയവരായ എല്ലാവരും വിശുദ്ധന്മാരായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുള്ളവർ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കടന്നു പോയിട്ടുള്ളവർ, അവർ ഉയർക്കും. യേശുവിന്റെ മധ്യാകാശ വരവിലാണ് ഉയർത്തെഴുന്നേൽക്കുക. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അതെ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന്. നമുക്ക് ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ ഈ മരണം നീങ്ങി പോകണമെന്ന്? അതെ, ഇന്ന് നമുക്ക് ഓരോ ദിവസവും പത്രങ്ങൾ എടുക്കുമ്പോൾ അറിയാം എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നാമും ഈ ഭൂമിയിൽ നിന്ന് എന്നാണ് കടന്നു പോവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആഗ്രഹമില്ലേ ഈ മരണം നീങ്ങി ജയം വരുന്ന ഒരു നാള്? അത് അധികം കാലം വൈകണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ ആ ധ്വനി കേൾക്കുന്ന ഒരു ദിവസത്തിൽ അന്ത്യകാഹളം ധ്വനിക്കും. അപ്പോൾ കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതെ, ജീവനോടെ നാം ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരം നമുക്ക് പ്രാപിക്കാം പ്രിയപ്പെട്ടവരെ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിനെന്ന്. അതേ, മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അതേ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പാപം മനസ്സിലായി കിട്ടുന്നത്. ഈ പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന്റെ വിഷമുള്ളാകുന്ന പാപം നമ്മളിൽ നിന്ന് മാറി നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തരികയാണ്. അന്ത്യകാലത്ത് ദൈവജനം എടുക്കപ്പെട്ട് അവനോടുകൂടെ നിത്യമായി വസിക്കുന്ന അവസ്ഥയാണ് ഈ വേദഭാഗം നമ്മളെ വെളിപ്പെടുത്തുന്നത്. അന്ത്യകാലത്ത് ദൈവജനം എടുക്കപ്പെട്ട് അവനോടുകൂടെ നിത്യമായി വസിക്കുന്ന ഒരു അനുഭവം. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ മർത്യ ശരീരങ്ങൾ അമർത്യമായ സ്വർഗീയ ശരീരങ്ങളായി മാറ്റപ്പെടുന്നു. തന്റെ പുത്രനായ യേശുവിൽ വിശ്വസിച്ച് തന്നെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കും എങ്കിൽ നിങ്ങൾക്കായി ഒരു മനോഹരമായ ഒരു സ്ഥലം അവൻ ഒരുക്കിയിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങളെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. അതേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയുമാണ് സ്വർഗത്തിലെ ദൈവം സ്ഥലം ഒരുക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങളെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു സ്വർഗരാജ്യം സ്വർഗത്തിലെ ദൈവം പണിതിരിക്കുന്നു. നാം പാടാറുണ്ട്, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടുമെന്ന്. നമുക്ക് ചേർന്ന് പാടാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാ, മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാ, മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. എന്നീ മണ്ണിൽ സിയോൻ യാത്രയിൽ എന്നും ഹിന്നതാ മാത്രം. എന്നീ മണ്ണിൽ സിയോൻ യാത്രയിൽ എന്നും ഹിന്നതാ മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാ, മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാ,
സവിദേവര നിന്നമാരിൽ വിശ്രമവും സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായല്ലോ പ്രിയരേ കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായല്ലോ പ്രിയരേ ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗനാട്ടിൽ നമ്മുടെ പ്രിയൻ തീർത്തിടുന്ന ആ സ്വർഗഭവനം കാണുവാൻ പ്രിയപ്പെട്ടവരെ. ഓ കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായല്ലോ പ്രിയരെ ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വേഗം വരണമേ എന്ന് നാളുകളായി ഭക്തന്മാർ നോക്കി പാർത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മനോഹരമായ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കും കാത്തിരിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം. കാഹളം ധ്വനിക്കും, നാം രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമുക്ക് രൂപാന്തരപ്പെട്ട ശരീരം തരുവാനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നത്. സ്വർഗീയ ശരീരമാക്കി നമ്മുടെ ശരീരം മാറ്റും പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക, നമുക്ക് ആത്മശരീരം തരുന്നവനായ ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. വെറും മൺമയരായ നമ്മെ സ്വർഗീയരാക്കുവാനാണ് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഹൃദയങ്ങൾ തുറക്കുക. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. നമ്മളെ അവൻ സ്വർഗീയരാക്കി മാറ്റട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെ ധരിക്കുന്ന അത്ഭുതങ്ങൾ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഈ സമയം ചെയ്തു തരട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കൊതിക്കുക, സ്വർഗീയ ശരീരങ്ങൾ പ്രാപിക്കുവാൻ കൊതിക്കുക പ്രിയപ്പെട്ടവരെ. രൂപാന്തരപ്പെട്ട ശരീരം, ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട ആത്മാവ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, ചില അത്ഭുതങ്ങൾ ഈ സമയം ഞങ്ങൾ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് രൂപാന്തരപ്പെട്ട ശരീരങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ അദ്രവത്വങ്ങളെല്ലാം മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ കർത്താവെ. അദ്രവത്വങ്ങൾ കർത്താവെ ദ്രവിക്കുന്നതായ അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ അപ്പ. ജീർണതകളെല്ലാം മാറിപ്പോകട്ടെ അപ്പ. ഹല്ലേലൂയ. ചില അത്ഭുതകരമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ചില തൊക്കു രോഗങ്ങൾ സൗഖ്യമാകട്ടെ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ സൗഖ്യമാകുന്ന ശക്തി ഈ സമയം ഇറങ്ങട്ടെ അപ്പ. ഹല്ലേലൂയ. ഓ ദ്രവിക്കുന്നതായ ചില അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ കർത്താവെ. ഹല്ലേലൂയ. അന്തരേന്ദ്രിയങ്ങൾ സൗഖ്യമാകട്ടെ അപ്പ. ഹല്ലേലൂയ. ചില ലിവർ സിറോസിസുകൾ ഹല്ലേലൂയ സൗഖ്യമാകട്ടെ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, ചില രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഓ ജീർണിപ്പിച്ച് കളയുന്നതായ ചിലതെല്ലാം മാറിപ്പോകട്ടെ. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, ശരീരത്തിലുള്ള ക്യാൻസറിന്റെ സെല്ലുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ചില സൗഖ്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സൗഖ്യമാകുന്ന ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ കർത്താവെ. ദ്രവത്വമുള്ളത് ദ്രവത്വത്തെ ധരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ. ഹല്ലേലൂയ. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനോട് ചേർന്ന് ഹല്ലേലൂയ അപ്പ ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ, നിന്നെ സ്തുതിക്കട്ടെ അപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകുമെന്ന്. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതേ പുത്രനായ യേശുവിൽ പാപത്തിനെല്ലാം ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാണ്.
കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിനെന്നും അതേ കർത്താവിന് സ്തോത്രം ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത്. കാരണം ക്രിസ്തുവിൽ എല്ലാത്തിനും പരിഹാരം വരുത്തിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ക്രിസ്തുവിലാക്കിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയും അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നുവെന്ന്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഐ കീപ് ആസ്കിംഗ് ദാറ്റ് ദ ഗോഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, the glorious Father, may give you the spirit of wisdom and revelation so that you may know him better. I pray also that the eyes of your heart may be enlightened in order that you may know the hope to which he has called you, the riches of his glorious inheritance in the saints, and his incomparably great power of us who believe. That power is like the working of his mighty strength, which he exerted in Christ when he raised him from the dead and seated him at his right hand in the heavenly realms, far above all rule and authority, power and dominion, and every title that can be given, not only in the present age but also in the one to come. And God placed all things under his feet and appointed him to be head over everything for the church, which is his body, the fullness of him who fills everything in every way. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്, അതെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്. ആർക്കാണ് ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത്? എഫേസ്യ സഭയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? അതാണ് പിതാവാം ദൈവം. ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, അതെ നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടണം. ഇന്ന് നമുക്ക് ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഒന്ന് വേണ്ടത്? ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അതെ, പിതാവിനെ നാം അറിയണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള പിതാവാം ദൈവം, ആ പിതാവാം ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നാം അപ്പ എന്ന് വിളിക്കുന്നത്. സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അതെ പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം പ്രിയപ്പെട്ടവരെ. ജ്ഞാനത്തിന്റെയും
വെളിപ്പാടിന്റെയും ആത്മാവിനെ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് അങ്ങയുടെ പിതാവിനെ കുറിച്ചും അവിടുത്തെ രാജ്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അപ്പാ, ഞങ്ങൾ ശിശുക്കളായി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കർത്താവെ, ഞങ്ങൾ ഒരു ശിശു ഹൃദയത്തോടെ, ശിശു മനസ്സോടെ ഞങ്ങൾ പഠിക്കാനിരിക്കുകയാണപ്പാ. ഹല്ലേലൂയ. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ പിതാവിനെ കുറിച്ചും ഹല്ലേലൂയ, അവിടുത്തെ പുത്രനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ പരിശുദ്ധാത്മാവ് വാഴുന്നതായ രാജ്യത്തെക്കുറിച്ചും ഹല്ലേലൂയ. ഓ, നിന്റെ ദൂതന്മാർ കർത്താവെ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പം. ഇന്ന് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമ്മുടെ മേൽ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിലെ പിതാവിനെ കുറിച്ച് നാം അറിയണം. പിന്നെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ഹല്ലേലൂയ, കർത്താവെ, ഹൃദയത്തിന്റെ ദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. ഓ, സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ നിന്റെ മുഖം കാണട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതേ പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നുവെന്ന്. അതെ, ചില കാര്യങ്ങളെല്ലാം അറിയേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നത്?